മലയാള സിനിമയ്ക്ക് മഴവില്ലഴക് നിറഞ്ഞ മനോഹരങ്ങളായ നിരവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നടിയായ ഉർവശി ചേച്ചി. സിനിമാ വിശേഷങ്ങളുമായി ഉർവശി ചേച്ചി നമ്മോടൊപ്പം ചേരുന്നു. ചേച്ചി സ്വാഗതം. ചേച്ചിയുമായി കുറച്ചു നേരം സംസാരിക്കാൻ കിട്ടുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം. മലയാള സിനിമയുടെ ഒരു സുവർണ്ണകാലം എന്ന് പറയാവുന്ന 80കളുടെ തുടക്കം മുതൽ 90കളുടെ പകുതി വരെയുള്ള ആ ഒരു നല്ല കാലത്ത് ഏറ്റവും നല്ല സിനിമകളിൽ നായികയായിട്ടുള്ള ആളാണ് ചേച്ചി. അപ്പോൾ ആ സിനിമകളെക്കുറിച്ച്, ആ കാലത്ത് ചേച്ചി ചെയ്ത കഥാപാത്രങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ നിന്ന് ആരംഭിക്കും. ഒന്ന് എങ്ങനെ ഓർക്കുന്നു ആ ഒരു കാലഘട്ടത്തെ? ഹരി പറഞ്ഞത് വളരെ കറക്റ്റാണ്. നല്ലൊരു കാലഘട്ടം തന്നെയായിരുന്നു. കാരണം വളരെ ശക്തരായ തിരക്കഥാകൃത്തുക്കൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടം. അത് ഹരി പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം തിരക്കഥ തന്നെയാണ് ഒരു സിനിമയുടെ ഏറ്റവും വലിയ സംഭവം. ആ കാലത്ത് തന്നെ മലയാളത്തിൽ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള ദിവസം. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫിലിംസ്. ഇത് എനിക്ക് ഏറ്റവും അതിശയിപ്പിക്കുന്നത്, ഇപ്പോൾ ഞാൻ തമിഴിൽ കുറേ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തമിഴിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിനിമ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ പാറ്റേണുള്ള ക്യാരക്ടേഴ്സ് തന്നെ ചെയ്യണം. അവരെ വെച്ച് വേറെ, ഇപ്പം ഞാൻ തമിഴിൽ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെല്ലാം ഏറ്റവും നല്ല സ്ത്രീ, ഏറ്റവും നല്ല സ്ത്രീ, ബുദ്ധിമതിയായിട്ട് സംസാരിക്കാത്ത സ്ത്രീ, അബദ്ധത്തിൽപ്പെട്ടു പോകുന്ന സ്ത്രീ, ഇങ്ങനെ സ്ത്രീ കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ യുക്തിയും ബുദ്ധിയും പഠിപ്പിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. ഇല്ല, അറിയത്തില്ല. ഒരു അതന്നെ ബിസ്ലേരി കുപ്പിയുടെ ഇത് തുറക്കാൻ അറിയാൻ വയ്യാതെ ഞാൻ ട്രെയിനിൽ ഇങ്ങനെ തുറന്നപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് കുട്ടി പറഞ്ഞു, അയ്യോ ആൻറ്റി പാവ, ആൻറ്റിക്ക് അത് അറിഞ്ഞൂടാ ആൻറ്റി, ഞാൻ തുറന്നു തരാം ആൻറ്റി. അപ്പോൾ അത്രയും ബുദ്ധിയില്ലാത്ത ഒരു ആളായിട്ടാണ് അറിയപ്പെടുന്നത്. അത് അങ്ങനെ തന്നെ വേണമെന്നാണ് അവസാനം വരെ. അവിടെ ഞാൻ കയറിയിട്ട് ഞാൻ ഭയങ്കര ബുദ്ധിമതിയായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിതൊക്കെ പറയുമോ ഒന്ന് ഞെട്ടിപ്പോവും. പക്ഷേ അന്നത്തെ മലയാളം റൈറ്റേഴ്സ് 90s ആ തുടക്കത്തിൽ, അല്ലെങ്കിൽ ഹരി പറഞ്ഞ പോലെ 80s ഒരു പകുതി മുതൽ 90s ഒരു പകുതി വന്ന റൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ പടത്തിൽ വന്ന പോലെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നവരായിരുന്നു. ഒന്നിനോടൊന്ന് വ്യത്യസ്തമാണെന്നുള്ളതായിരുന്നു. അത് എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ വല്ലാതെ മിസ് ചെയ്യുകയും ചെയ്യുന്നു. ഞാനത് ചേച്ചിയുടെ സിനിമകളുടെ ഒരു ഫിലിമോഗ്രാഫി എടുത്തൊക്കെ ഒരു 88, 86, 87, 88 ആവറേജ് 8, 9, 10, 11, 12 പടങ്ങളാണ് ഒരു വർഷം ചെയ്തു പോകുന്നത്. അതിൽ 91 എന്ന വർഷം എടുത്താൽ തന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് 91 പടങ്ങൾക്ക്. ഭരതം അതൊരു തരം പടമാണെങ്കിൽ, മുഖചിത്രം മറ്റൊരു പടമാണ്, കാക്കത്തൊള്ളായിരം, കടിഞ്ഞൂൽ കല്യാണം, ഇൻസ്പെക്ടർ ബൽറാം, കൂടിക്കാഴ്ച, ഇതെല്ലാം നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ ഓരോ എഴുത്തുകാരനും വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് സമ്മാനിച്ചിരിക്കുന്നത്. അതൊരു വലിയ സന്തോഷമുള്ള. തീർച്ചയായിട്ടും ഹരിയൊക്കെ അതൊക്കെ ഹോംവർക്ക് ചെയ്തല്ലോ. ഇത്രയും അതൊക്കെ ശ്രദ്ധിച്ച് വെച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്നത്തെ ജനറേഷൻ അത്രയും നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടുള്ള ആൾക്കാരാണത്. വലിയൊരു കാര്യം തന്നെയാണ്. അഭിനയം എന്ന് പറയുന്നതിൽ ചിരിയും സങ്കടവും നൊമ്പരവും എല്ലാം വ്യത്യസ്തമായി അവതരിപ്പിക്കുമ്പോഴും ഹ്യൂമർ സെൻസ് എന്നൊരു എക്സ്ട്രാ കണ്ടന്റ് മലയാള സിനിമയിലെ നായകന്മാരിൽ ഇത്രയും സരസ മനോഹരമായി ഇത്രയധികം കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച മറ്റൊരാളുണ്ടാവണമെന്നില്ല. ശരിയാണ്. ആ ഹ്യൂമർ ആക്ടിങ് അത് എത്രത്തോളം ചേച്ചി എൻജോയ് ചെയ്തിട്ടുണ്ട്? അത് ഹരി, എൻ്റെ ഡയറക്ടേഴ്സിനോട് ഞാൻ ഒരുപാട് നന്ദി പറയേണ്ടിയിരിക്കുന്നു. അവരെന്നെ അംഗീകരിച്ചു തന്നു. കാരണം നായകന്മാർ അംഗീകരിക്കില്ല. ഒരു ഭർത്താവും തൻ്റെ ഭാര്യ ഹ്യൂമർ പറയുന്ന ഒരാളാവണമെന്ന് ആഗ്രഹിക്കുന്നേ ഇല്ല എന്നുള്ളത് ഞാൻ മനസ്സിലായി. കാരണം കോമഡി പറഞ്ഞ് സന്തോഷിപ്പിക്കുന്ന ഒരാളിന് ചുറ്റും എപ്പോഴും 10 പേര് കാണും. നമ്മളിപ്പോൾ ഒരു കല്യാണ ആഘോഷത്തിന് പോട്ടെ, അല്ലെങ്കിൽ വേറൊരു ഫംഗ്ഷന് പോട്ടെ, ഇത്തിരി തമാശ പറയുന്ന കൂട്ടുകാരൻ്റെ കൂടെ ഒരു 10 പേര് എപ്പോഴും കാണും.